ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാലക് അഥവാ സ്പിനാച്ച് വെച്ചിട്ടൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാലക്കും പരിപ്പും വെച്ചിട്ടൊരു തോരനാണിത്. അപ്പോൾ ഇതാണ് പാലക്. ഇത് ഞാനിവിടെ കഴുകി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അഴുക്കായിട്ടുള്ള ഇലകളൊക്കെ മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 3 ബണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്ത് ഇതെങ്ങനെ കട്ട് ചെയ്ത് എടുക്കാമെന്നൊന്ന് കാണിച്ചു തരികയാണ്. നമ്മൾ ചീരയൊക്കെ അരിയത്തില്ലയോ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആണ് ഈ പാലക്ക്. തണ്ടിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ബാക്കി തണ്ടങ്ങ് കളയുക. ഞാൻ ഇതിന്റെ ബാക്കി അങ്ങ് കളയുകയാണ്. അങ്ങനെ ഞാൻ 3 ബണ്ടിൽ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തോരനാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുകയാണ്. ഒന്ന് വഴന്നു വന്നാൽ മതിയാകും. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. പച്ചമുളകിന്റെ നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പരിപ്പാണ്. ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പാണിത്. നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കിടന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു മിക്സിന് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാലക്കിന് ഒരു ഉപ്പ് രസമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പാലക്കിലേക്ക് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുക്കാൽ ഭാഗം അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. അപ്പോഴേക്കും ഇതൊന്ന് കുക്കായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതൊന്ന് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. വേറെ വെള്ളമൊന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലവർഗ്ഗമാണിത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് പരിപ്പ് വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് വേവുന്നിടം വരെ നമുക്കിതുപോലെ അടച്ചു വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്നു വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാലക്ക് പരിപ്പ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പാലക് പരിപ്പ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ ബൈ.